ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ്. പേടിച്ചു നിൽക്കുന്ന പ്രതാപൻ്റെ അടുത്തേക്ക് വന്ന് പ്രഭാവതി പറയുകയാണ്, എടാ നീ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. എന്താണെങ്കിലും നാളെ ആ ആഭരണം പാർവതി ജാസ്മിന് കൊടുക്കും. ചേച്ചി, എന്നിട്ടാ ജാസ്മിൻ ആഭരണം തന്നില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ആയുസെത്താതെ ഗായത്രി മരിച്ചില്ലേ, അതുപോലെ തന്നെയാകും പിന്നെ ജാസ്മിൻ്റെ വിധിയും. ഈ പ്രഭാവതിയോട് കളിക്കാനും മാത്രം അവളൊന്നും ആയിട്ടില്ലെന്നും പ്രഭാവതി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന പാർവിനെയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഗാർഗി ചോദിക്കുകയാണ്, എന്താ പാർവതി, നിനക്ക് എന്തു പറ്റി? അത് പിന്നെ ഗാർഗി, ഇന്നാണ് ദേവമ്മയുടെ ആഭരണങ്ങളെല്ലാം ജാസ്മിന് കൊടുക്കണമെന്ന് പറഞ്ഞ ദിവസം. എനിക്ക് അതോർത്തിട്ട് പേടിയായിട്ട് വയ്യ. ദേവമ്മയുടെ പവിത്രമായ ആഭരണം ധരിക്കാനൊന്നും ഒരു യോഗ്യതയും ജാസ്മിനില്ലെന്നും പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഞാനും പറയുന്നത് അതുതന്നെയാ, ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കണം. പിന്നീട് കാണിക്കുന്നത് വിശാല് ഗാർഗിയെയും പാറുവിനെയും വിളിച്ചിരുത്തി കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ്, മോളെ പാർവതി, ഇന്നലെ ഞാൻ ആഭരണങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, നീ പോയി ആ ആഭരണങ്ങളെല്ലാം എടുത്തോണ്ട് വാ. വിശാലിനോട് പാർവതി കാര്യം പറഞ്ഞിരുന്നുവെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നെന്നും ആഭരണം കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും വിശാലും പറയുന്നു. അത് പിന്നമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ആ ആഭരണത്തിന്റെ പവിത്രതയെക്കുറിച്ച് എന്നൊക്കെ പാറു പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, വിശാലിനില്ലാത്തത് നിനക്കെന്തിനാ? നിന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ നീ അത് എടുത്തോണ്ട് വന്നാൽ മാത്രം മതി. ഇത് കേൾക്കുന്ന പാറു വിഷമത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. എൻ്റെ ഉദയനുരമ്മേ, ഈ ആഭരണം കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അമ്മ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണം. അത്രയും പറഞ്ഞുകൊണ്ട് പാറു ഡ്രോ തുറക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ്. എന്താ പാർവതി, നീ ആഭരണം എടുത്ത് കൊടുക്കാൻ പോവുകയാണോ? കൊടുക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഗാർഗി? വിശാൽ സാറ് പോലും ഇതിന് എതിരല്ല, പിന്നെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഐഡിയ ഗാർഗി പാറുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന പാറു സന്തോഷത്തോടെ ഗാർഗിയെ നോക്കിയിട്ട് പറയുകയാണ്, നീ കൊള്ളാലോ ഗാർഗി. സ്വർണവും മോഹിച്ചു നിൽക്കുന്ന പാവം ജാസ്മിൻ ഇന്നിത് കിട്ടാതെ നിരാശ നിൽക്കുന്നതേ നമുക്ക് കാണാമെന്ന് ഗാർഗി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഗാർഗിയെ നോക്കുകയാണ് പാറു. അതേസമയം പാറു ആഭരണം കൊണ്ടുവരുന്നത് കാത്തു നിൽക്കുകയാണ് എല്ലാവരും. ആൻറ്റി, എത്ര നേരമായി അവൾ പോയിട്ട്, ഇതുവരെ വന്നില്ലല്ലോ എന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അവള് അവസാനമായിട്ട് അതൊന്ന് നോക്കുകയായിരിക്കും. ഇനി അത് നിന്റെ സ്വന്തമല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? വിശാലെ, പാർവതി വിളിച്ചിട്ട് ആഭരണം കൊണ്ടുവരാൻ പറയാൻ പ്രതാപനും പറയുന്നു. അതേസമയം ഗാർഗി താഴേക്ക് വരികയാണ്. ഗാർഗി പേടിയോടെ ഓടിവന്ന് അവിടെ കസേരയിലിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, എന്താ ഗാർഗി, എന്തു പറ്റി? തുടർന്ന് കിതച്ചുകൊണ്ട് ഗാർഗി പറയുകയാണ്, ഞാനവിടെ ഗായത്രി അമ്മയുടെ ആത്മാവിനെ കണ്ടു. നീ അമ്മയെ കണ്ടോ എന്ന് വിശാല ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, അതെ, പ്രഭാവതി അമ്മയുടെ മുറിയുടെ പുറത്താ ഞാൻ കണ്ടത്. നീ മാത്രമാണോ കണ്ടത്, അതോ പാർവതിയും കണ്ടോ എന്ന് വിശാല ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, പാർവതിയും കണ്ടു. ഞങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് അമ്മ പോയെന്ന് ഗാർഗി പറയുമ്പോൾ വിശാല ചോദിക്കുകയാണ്, എന്ത് കാര്യമാ അമ്മ പറഞ്ഞത്? അമ്മ എന്നെയും പാർവതിയെയും കുറെ ശകാരിച്ചു, ശാസിച്ചു. ആരുടെ അനുവാദം കൊണ്ടാ നിങ്ങൾ ആഭരണം കൊടുക്കാൻ പോകുന്നതെന്നാ അമ്മ ചോദിച്ചത്. അമ്മയുടെ ആഭരണങ്ങളൊന്നും ഇനി ആരും തൊട്ടുപോകരുതെന്നാ അമ്മ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ബ്രോയുടെ മകളായി അമ്മ ജനിക്കുമെന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ വിശാൽ ഗാർഗിയെ നോക്കുന്നു. അങ്ങനെ പുനർജനിക്കുമ്പോൾ അമ്മയ്ക്ക് ആ ആഭരണങ്ങൾ ധരിക്കണമെന്ന അമ്മ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്ന വിശാൽ ചോദിക്കുകയാണ്, അപ്പോൾ അമ്മ ഞങ്ങളുടെ മകളായി ജനിക്കുമല്ലേ? ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെയെല്ലാം നടക്കുമോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ്, ബ്രോ എന്താ സ്വപ്നം കണ്ടത്? അത് പിന്നെ അമ്മ ഞങ്ങളുടെ മകളായി ജനിക്കുന്നത്. തുടർന്ന് വിശാൽ പറയുകയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇത്രയും കാര്യങ്ങളെല്ലാം നടന്ന സ്ഥിതിക്ക് എനിക്ക് ആഭരണങ്ങൾ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിശാൽ തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ജാസ്മിനോട് പ്രഭാവതി പറയുകയാണ്, നിനക്കത് ധരിക്കാൻ യോഗമില്ല, അത്ര തന്നെ. ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് പാറു സന്തോഷത്തോടെ ഗാർഗിയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.